ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ച് നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് കിടുക്കൊരു ബിരിയാണി കേട്ടോ, അതായത് തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി. ഇത് കാണുമ്പോൾ തന്നെ വായി കൊതി വരുന്നില്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നമ്മൾ പഠിച്ചെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നേരെ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകും. ആദ്യം റൈസ് ഇങ്ങനെ ഇത് സ്റ്റൈലായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുക. കണ്ടില്ല, അത് സ്റ്റൈലായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഇവനെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു കാരണവശാലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട നല്ല നല്ല ബിരിയാണികളുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മൾ അടുത്ത ബിരിയാണി ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ശേഷം ഇതുപോലൊരു കുറച്ച് ആവശ്യം കൂടുതൽ വെള്ളം ഒഴിച്ച് ഇവനെ ഒരു അരമണിക്കൂർ സോഫ്റ്റ് ആകാൻ വെക്കണം. ആ സമയത്ത് നമുക്കിത് ഈ ഒണിയൻ ഒന്ന് ഫ്രൈ ചെയ്യാം. ഒണിയൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ചൂടാക്കി അതിനുശേഷം ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു, ഇച്ചിരി കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യുക, നല്ലോണം അങ്ങ് തിരുമുക. അപ്പോഴൊക്കെ ഉള്ളൂ ഒണിയൻ അങ്ങ് ക്രിസ്പായിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ക്രിസ്പായിട്ട് പൊടിക്കാനുള്ള ഈ ഒണിയൻ. അപ്പോൾ ഓയിൽ ചൂടാക്കി കഴിയുമ്പോൾ ഒണിയൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനെ ഒരു ഗോൾഡൻ കളറിലാകുന്നവരെ ഇവനെ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെറൈറ്റി ബിരിയാണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് രേഖപ്പെടുത്തണേ. അപ്പം നമ്മളത് പഠിച്ചിട്ട് നമ്മളെ റെസിപ്പി നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ ഗോൾഡൻ കളറിൽ ഇവനെ ഫ്രൈ ചെയ്തെടുക്കുക. അടുത്തതും ഒണിയൻ എടുക്കുക. ഇത് ഏകദേശം 1 കിലോ ഒണിയനോളം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യണം. കാരണം 4 കിലോ റൈസിന് വേണ്ടിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനെടുത്തിരിക്കുന്ന 4 കിലോ റൈസ്, 1 കിലോ ഫ്രൈഡ് ഓണിയൻ, 1 കിലോയോളം 1 കിലോ 1.25 കിലോയോളം ഗ്രേവിക്കുള്ള ഓണിയനുമാണ്. കണ്ടോ? ഇതുപോലെ ഒരു ഗോൾഡൻ കളറിൽ ഒണിയൻ ഫ്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ ഇതിൻ്റെ പൊക്കത്ത് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കാഷ്യൂട്ട് ഒരു 200 ഗ്രാം കാഷ്യൂട്ട് ഇതുപോലെ ലൈറ്റ് കളറിലാക്കുക. കിസ്മിസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതും ഒരു ഏകദേശം 200 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കത്തിക്കുക, ഉരുളി വെക്കുക, ഗീ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/2 ലിറ്ററോളം ഗീ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശേഷം ഇനിയാണ് നമ്മുടെ ചിക്കൻ്റെ മസാല അടിക്കാൻ പോകുക. അതിന് വേണ്ട ഒണിയനാണ് ഇത് ഇട്ടിരിക്കുന്നത്. അത് 1 കിലോളം സ്ലൈസ് ചെയ്ത ഒണിയൻ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റ് ചെയ്യുക. കണ്ടോ? അതിനോട് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കിടുക്കാച്ചി വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ പുറകോട്ടൊക്കെ നോക്ക്, വെറൈറ്റി ഐറ്റംസാണ് കിടക്കുന്നത്. എന്നിട്ട് ഇവനൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 150 ഗ്രാം പച്ചമുളക്, 150 ഗ്രാം വെളുത്തുള്ളി, 150 ഗ്രാം ഇഞ്ചി ഇതൊക്കെ ചതച്ചെടുത്ത് ഇടുക. നല്ലവണ്ണം പച്ചമുളക് ക്രഷ് ചെയ്ത് നല്ലവണ്ണം എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഇങ്ങ് വരട്ടിയെടുക്കുക. ആ പച്ചച്ചോവ മാറുന്നവരെ ഇവനങ്ങ് വരട്ടുക നല്ല രീതിയിൽ. എന്നിട്ട് മസാലയായിട്ട് ആകെപ്പാടെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1 സ്പൂണും ഒരു 2.5 സ്പൂണോളം ഗരം മസാലയും. ഗരം മസാല റെസിപ്പി നമ്മുടെ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട്. കിടക്കാച്ച് ഗരം മസാല റെസിപ്പി കേട്ടോ. നേരെ പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടാക്കാം, വീട്ടിൽ ട്രൈ ചെയ്യാം. അല്ല, ബിരിയാണി മസാല ഒന്നും ഇതിന് വേണ്ട കേട്ടോ. ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് ഒരു 3/4 കിലോ തക്കാളി അത് ചെറുതായി എരിഞ്ഞത് എടുത്ത് മറിക്കുക. മറിച്ച ശേഷം അവനെയും ഇതുപോലെ തന്നെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ ചങ്ങാതി വരെ. ഇപ്പം തന്നെ ചെറിയൊരു സ്മെല്ല് വരും. അത് ഓർക്കുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ ചങ്ങാതി വരെ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് ഇവനങ്ങ് വരണ്ട ഒരു പരവും രൂപമൊക്കെ ആയി കിട്ടും. എന്നിട്ട് ഇവനങ്ങ് വരട്ടിയെടുക്കുക. കണ്ടോ? ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ശേഷം നല്ലവണ്ണം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. മറിച്ച ശേഷം ഇവനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. മൊത്തത്തിൽ ആ മസാലയൊക്കെ ചിക്കനിലങ്ങ് പിടിക്കുന്ന രീതിയിലങ്ങ് ഇതുപോലെ അങ്ങ് വരട്ടിയെടുക്കുക. കണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് എനിക്ക് അടിയിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും. എന്നിട്ട് ഏകദേശം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? തൈര് ഒഴിച്ച ശേഷം അവനെയും ഇതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ചിക്കൻ ഉടയാതെ വേണം, സ്ലോ മോഷനിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടി. നല്ല സ്ലോ മോഷനിൽ ചിക്കൻ ഉടയാതെ, അല്ലെങ്കിൽ പീസെല്ലാം ഉടഞ്ഞൊരു പരുവായി പോകും. അപ്പോൾ സ്ലോ മോഷനിൽ ഇവനെങ്കിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഈ രൂപത്തിലായ ശേഷം കൊറിയാണ്ടറും മിൻറ്റും കൂടെ നല്ലവണ്ണം ഫൈൻ ചോപ്പ് ചെയ്ത് ആ സാധനം എടുത്ത് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് മൂടി വെക്കുക, വേവിക്കാൻ വെക്കുക. വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് റൈസ് വേവാൻ വെക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓൾ ഗരം മസാലാസായ കാടമണ, ക്ലൗസ്, സിനമണ, ബേലീസ്, പെപ്പർ ഈ വക സാധനം എല്ലാം ഇട്ട ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു മറിച്ച് ഇളക്കുക. എന്നിട്ട് ഒരു 2.5 സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുക. 2.5 സ്പൂണിൽ 2 ലാഡിലോളം ഗീ ഒഴിച്ചു കൊടുക്കുക. കാരണം റൈസ് സ്റ്റിക്കി ആകാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും. ആ സമയത്ത്
നമുക്ക് ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വിടാം. കാരണം അടി പിടിക്കാതെ നോക്കണമല്ലോ. അതുകൊണ്ട് ഇതുപോലെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി വെക്കുക. ഇത് കണ്ടല്ലേ. ശേഷം കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒണിയനില്ലേ അങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ പൊടിക്കുക. നല്ലവണ്ണം കൈക്കിട്ട് നല്ലവണ്ണം അങ്ങ് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ശേഷം അവനെ ഇതിലേക്ക് വാരി അങ്ങ് വിതറുക. കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ അങ്ങ് ആവശ്യത്തിന് വാരി വിതറിയ ശേഷം സ്ലോ മോഷനിൽ തന്നെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കൻ ഏകദേശം കുക്കായിരിക്കുകയാണ്. അതുകൊണ്ട് സ്ലോ മോഷൻ തന്നെ കുക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഇതിന്. ആ സമയത്ത് വെള്ളം തിളച്ചു. 2-3 ലെമൺ പീസും കൊറിയാണ്ടറും മിൻറ്റും കൂടെ ഒരു മറിച്ച ശേഷം ഇവൻ ഒന്ന് തിളയ്ക്കുന്ന ഭാഗമാകുമ്പോൾ വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് സീക്രട്ടാട്ടോ, വെളിയിൽ പറയല്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം തിളച്ച ശേഷം റൈസ് എടുത്തൊരു മറിക്കുക. കണ്ടല്ലേ, വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ, വെള്ളം കളഞ്ഞിട്ട് വേണം റൈസ് എടുത്തൊരു മറിക്കാൻ. മറിച്ച ശേഷം റൈസ് വേവുന്ന സമയത്തേക്ക് നമുക്ക് ചിക്കൻ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കണം. അപ്പോൾ ചിക്കൻ അങ്ങ് തീ കുറച്ചിട്ടേക്കാം. എന്നിട്ട് റൈസ് വേവാൻ വേണ്ടി സ്ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ദമ്മാക്കി എടുക്കുക. ദമ്മായ ശേഷം റൈസ് തുറന്ന് അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. കണ്ടോ, നല്ല സ്റ്റൈലായിട്ടുള്ള ഇവനെ എടുക്കുന്നത്. അപ്പോൾ റൈസ് കറക്റ്റ് വേവാം. ഇതിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ 1 കിലോ റൈസിന് 1.25 ലിറ്റർ വെള്ളമാണ് ആ ഒരു കണക്കിലിട്ടിരിക്കുന്നത്. റൈസ് റെഡിയായ ശേഷം ഇനി നമുക്ക് ദം അടിക്കാനുള്ള പരിപാടിയാണ്. വലിയൊരു ഉരുളി എടുക്കുക, അതിലേക്ക് ചിക്കൻ മറിക്കുക. മറിച്ച ശേഷം ഈ റൈസ് ഇങ്ങനെ എടുത്ത് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. അതുപോലെ നല്ല ഭംഗിയായിട്ടങ്ങ് സെറ്റ് ചെയ്തു. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇവനെ അങ്ങ് സെറ്റ് ചെയ്ത് ലെവലാക്കി എടുത്ത ശേഷം ഇതിന് മുകളിലേക്ക് വേണ്ട ആവശ്യമുള്ള ഗാർണിഷ് വേണ്ട സാധനങ്ങളെല്ലാം വാരി വിടുക. അതായത് ഫ്രൈഡ് ഓണിയന്, കിസ്മിസ്, കാഷ്യൂനട്ട്, ഈ വക സാധനം എല്ലാം ഇങ്ങനെ വാരി വിതറുക. എന്നിട്ട് കുറച്ച് കൊറിയാണ്ടറും മിൻറ്റും കൂടെ അതിന് മുകളിലേക്ക് അങ്ങ് വാരി വിതറുക. അപ്പോൾ മൊത്തത്തിൽ ഒരു കളർഫുള്ളായി സാധനം. എന്നിട്ട് സാഫ്രോൺ വാട്ടർ, അതിലേക്ക് കുറച്ച് ബിരിയാണി എസൻസും റോസ് വാട്ടറും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇടും. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇത് ഞാൻ മഞ്ഞപ്പൊടി കലക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് സാഫ്രോൺ വാട്ടറാണ്. എന്നിട്ട് സിൽവർ ഫോയിൽ വെച്ച് ഇങ്ങനെ കവർ ചെയ്യുക. അടപ്പും കൂടെ വെച്ച് ഇവനെ ദം ചെയ്യാൻ വെക്കുക. ഒരു അരമണിക്കൂറോളം സ്ലോ ഫയറിൽ വേണം കേട്ടോ, സ്ലോ ഫയറിൽ. ശേഷം ഇവനങ്ങ് തുറക്കുക. തുറന്ന ശേഷം സിൽവർ ഫോയിൽ മാറ്റുമ്പോൾ എൻ്റെ ചങ്ങാതി ഓർക്കാൻ മേല സംഭവം. കണ്ടിട്ട് കൊതി വന്നൊരു രക്ഷയില്ല. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വന്നൊരു രക്ഷയില്ല. ഇപ്പം നോയമ്പ് സമയമാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രലോഭനങ്ങളിൽ പെടുമെന്നും എനിക്കറിയാം. എന്നാലും നോയമ്പ് കഴിഞ്ഞാലും ട്രൈ ചെയ്യണം എൻ്റെ ചങ്ങാതിമാരെ. ഇതൊക്കെ നോക്കിയിട്ട് ട്രൈ. സംഭവം വെറും സിമ്പിളായ സംഭവമല്ലേ. ഈ വക ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി കഴിക്കാൻ വേണ്ടി തലശ്ശേരിക്ക് ഓടണ്ടേ. ഇനി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല കിട്ടുക്കാച്ച് തലശ്ശേരി ദം ബിരിയാണി ട്രൈ ചെയ്ത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല കട്ട റൈത്തങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നാരങ്ങാച്ചാറും കൂടെ വെക്കുക. ഒരു പപ്പട പീസും കൂടെ അങ്ങ് വെക്കുക. എന്നിട്ടങ്ങ് പൊടിക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ടൊരു പിടുത്തങ്ങ് പിടിക്കുക. ഓ, ഒരു രക്ഷയില്ല. നമ്മുടെ ചങ്ങാതി കഴിക്കുന്നുണ്ടല്ലോ, കൊതിയാവുന്നില്ലേ. ഇതാണ് ഇവൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഒരു രക്ഷയില്ല. അപ്പോൾ ഒന്നും നോക്കണ്ട, കൈമ റൈസ് മേടിക്കുക. ഈ വക സാധനങ്ങൾ ചിക്കനും മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റായിട്ട് പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ, സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണികളുടെ നിങ്ങളുടെ ഐറ്റങ്ങളുടെ പേരൊക്കെ പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ ചെയ്യും. ഇത് നമ്മുടെ ഒരു ചങ്ങാതി പറഞ്ഞിട്ടാണ് തലശ്ശേരി ദം ബിരിയാണി റെസിപ്പി ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ശേഷം ചെയ്യുന്ന റെസിപ്പിയാണ്. സംഭവം വേറെ ലെവലാണ്. ഒന്നും നോക്കാനല്ല, വീട്ടിൽ ട്രൈ ചെയ്തു. ചങ്ങാതിമാർ കിള്ളി പോയി കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കിടുക്കാച്ച ഐറ്റമായിട്ട് വരുന്നതായിരിക്കും.